വെള്ളാപ്പള്ളി നടേശന്റെ വിദ്വേഷ പരാമർശ വിവാദത്തിനിടെ വെള്ളാപ്പള്ളിയെ പരോക്ഷമായി വിമർശിച്ചും കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരെ പുകഴ്ത്തിയും ഗോകുലം ഗോപാലൻ. കാന്തപുരം മനുഷ്യസ്നേഹത്തിന്റെ കേരള മാതൃകയാണെന്നും ജാതിക്കും മതത്തിനും അപ്പുറത്തെ മാനവികതയാണ് കാന്തപുരം ഉയർത്തിപ്പിടിക്കുന്നതെന്നും ഗോകുലം ഗോപാലന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. കാന്തപുരത്തെ അവഹേളിക്കാനുള്ള ചിലരുടെ ശ്രമങ്ങൾ മതസൗഹാർദ്ദത്തിനു നേരെയുള്ള വെല്ലുവിളിയാണെന്നും പോസ്റ്റിൽ വിമർശിക്കുന്നു. ആസിഫ് മുഹമ്മദ് ആണ് വിവരങ്ങളുമായി ചേരുന്നത്. ആസിഫ്, ഇക്കാര്യത്തിൽ എന്താണ് ഗോകുലം ഗോപാലൻ പറയുന്നത്? വെള്ളാപ്പള്ളിക്കുള്ള വിമർശനം എങ്ങനെയാണ് ആ ഒരു പോസ്റ്റിലുള്ളത്? തീർച്ചയായും വെള്ളാപ്പള്ളി നടേശന് പരോക്ഷ വിമർശനവുമായി ആണ് SNDPയുടെ മുൻ നേതാവും അതുപോലെ തന്നെ പ്രമുഖ വ്യവസായിയുമായ ഗോകുലം ഗോപാലൻ രംഗത്തെത്തിയിട്ടുള്ളത്. അദ്ദേഹം കാന്തപുരത്തെക്കുറിച്ചാണ് അദ്ദേഹം ആ പോസ്റ്റിൽ പ്രധാനമായും സംസാരിക്കുന്നത്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ മനുഷ്യസ്നേഹത്തിന്റെ കേരള മാതൃകയാണ് എന്ന് അദ്ദേഹം ഈ ഒരു പോസ്റ്റിൽ പറയുന്നുണ്ട്. ജാതിക്കും മതത്തിനും അപ്പുറത്തെ മാനവികതയാണ് കാന്തപുരം ഉയർത്തിപ്പിടിച്ചത് എന്നുള്ള കാര്യവും ഇത്തരത്തിൽ ആ പോസ്റ്റിൽ ചൂണ്ടിക്കാണിക്കുന്നു. നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെക്കുന്ന കാന്തപുരത്തിന്റെ ഇടപെടലിനെ അടക്കം പരാമർശിച്ചുകൊണ്ടും അതിൽ സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ടുമാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റ് ഉള്ളത്, ഗോകുലം ഗോപാലിന്റെ പോസ്റ്റ് ഉള്ളത്. അതിനുശേഷമാണ് അദ്ദേഹം ഈ ഒരു വിഷയത്തിൽ കാന്തപുരത്തെ വിമർശിക്കുന്നവരെ അദ്ദേഹം വിമർശനം നടത്തുന്നത്. അത് സ്വാഭാവികമായും അദ്ദേഹം ലക്ഷ്യം വെക്കുന്നത് വെള്ളാപ്പള്ളി നടേശനെ തന്നെയാണ് എന്ന് നമുക്ക് അനുമാനിക്കാൻ കഴിയും. കാരണം അദ്ദേഹം അതിൽ പറയുന്നത് കാന്തപുരത്തെ അവഹേളിക്കാനുള്ള ചിലരുടെ ശ്രമങ്ങൾ മതസൗഹാർദ്ദത്തിന് നേരെയുള്ള വെല്ലുവിളിയാണ് എന്ന് തന്നെയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. മതേതരവാദികൾ എല്ലാം കാന്തപുരം ചെയ്ത നല്ല കാര്യത്തിനൊപ്പമാണ് എന്ന കാര്യം മറക്കരുത് എന്നുള്ള കാര്യവും എന്തായാലും അദ്ദേഹം ഗോകുലം ഗോപാലൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായാലും കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരെ അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളെ അദ്ദേഹം വലിയ രീതിയിൽ അഭിനന്ദിക്കുന്നതിനോടൊപ്പം തന്നെയാണ് ഈ വെള്ളാപ്പള്ളി നടേശന്റെ ഈ ഒരു പരാമർശം വന്നതിന് പിന്നാലെയാണ് ഗോകുലം ഗോപാലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്നതുകൊണ്ട് തന്നെ അദ്ദേഹം വിമർശനം ഉന്നയിക്കുന്നത് വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ ആ പരാമർശങ്ങൾക്കെതിരെയാണ് എന്ന് തന്നെ നമുക്ക് അനുമാനിക്കാൻ കഴിയും. ഇതിന് പരോക്ഷ വിമർശനമാണ് അദ്ദേഹം വെള്ളാപ്പള്ളി നടേശന്റെ പേരെടുത്ത് പറയാതെ ഇപ്പോൾ ഗോകുലം ഗോപാലൻ നടത്തിയിട്ടുള്ളത്. ശരി ആസിഫ്, വെള്ളാപ്പള്ളി നടേശന്റെ വിദ്വേഷ പരാമർശ വിവാദത്തിനിടെയാണ് ഇപ്പോൾ വെള്ളാപ്പള്ളിയെ പരോക്ഷമായി വിമർശിച്ച് ഗോകുലം ഗോപാലന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരിക്കുന്നത്.